ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ട് ആവിയിൽ ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ്. അതിനു മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. കൂടി തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണും. ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പഞ്ചസാര ഏലക്കായും വേണം. അതൊന്നും നമുക്ക് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തൊലി കളഞ്ഞ 10 ഏലക്കായയും. ഇനി ഞാനിതൊന്ന് പൊടിച്ചെടുക്കുകയാണ്. ഇവിടെ നമ്മൾ പഞ്ചസാര എടുക്കുമ്പോൾ മധുരത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി ഇതുണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെക്കാം. അതിലേക്ക് ഞാൻ 1.5 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടിച്ചു വെച്ച പഞ്ചസാരയും ഏലക്കായും ഒന്ന് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിലിട്ട് വേണം മിക്സ് ആക്കി എടുക്കാനായിട്ട്. പാലൊന്ന് ചൂടായി കഴിഞ്ഞാൽ ഞാൻ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നല്ലതുപോലെ മിക്സ് ആക്കി എടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് മിക്സ് ആക്കി എടുക്കാനായിട്ട്. ഇനി ഇത് ഡ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. ആ സമയത്ത് പാനിൽ നിന്ന് നല്ലപോലെ വിട്ട് പോരുകയും ചെയ്യും. കൈകൊണ്ട് പിടിക്കുന്ന സമയത്ത് തൊട്ടി പിടിക്കുകയല്ല. ആ ഒരു പരുവത്തിലാവുന്നവരെ നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഇതിപ്പോൾ ഇവിടെ ഡ്രൈ ആയി വരുന്നുണ്ട്. പാനിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് പോരുകയും ചെയ്തിട്ടുണ്ട്. അരിപ്പൊടി ഇവിടെ ഏകദേശം ഒരു പകുതിയോളം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് ഓരോ ഷേപ്പിലാക്കി എടുക്കാം. ഇവിടെ ഇപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാം. ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഇവിടെ എല്ലാം ഷേപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവിയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. അതിനായിട്ട് ഒരു ഓട്ടപാത്രത്തിലെല്ലാം വെച്ച് കൊടുക്കുകയാണ്. ഇനി ഇത് അടുപ്പത്ത് വെച്ച് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഒരു 5 മിനിറ്റ് നേരം ആവി കൊടുത്താൽ മതി. കാരണം നമുക്ക് അരിപ്പൊടി ആദ്യം തന്നെ പകുതിയോളം വെന്തതാണ്. ഇനി ഇത് ഡ്രൈ ആയിട്ടുള്ള കോക്കനട്ടിലൊന്ന് കവർ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതിപ്പോൾ നമുക്ക് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. നമുക്കിത് ഓരോന്നും ഇതുപോലെ കവർ ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഇത് ഓപ്ഷണലാണ്. നമുക്കിത് വേണമെങ്കിൽ ചെയ്താൽ മതി. അല്ലാതെ തന്നെ ഇത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഇപ്പം ഞാൻ എല്ലാം ഡ്രൈ കോക്കനട്ടിൽ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു പലഹാരം തന്നെയാണിത്. എല്ലാവർക്കും ഇഷ്ടമാവും. എന്തായാലും ഇത് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഒപ്പം ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്